ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞങ്ങൾ ഹൈദരാബാദിൽ ഗച്ചിബൗളിയിലുള്ള ഒരു ഡോഗ് പാർക്കിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മോച്ചിക്ക് 1 ഇയറായി. അപ്പോൾ കുറേ ദിവസമായി കുഞ്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു 1 ഇയറായി അവൻ്റെ ബർത്ത്ഡേക്ക് അവനെയും കൊണ്ട് ഡോഗ് പാർക്കിൽ പോകണം പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് 2 ഉണ്ടായിരുന്നു. അതിൽ ഇത് കാണാൻ നന്നായി തോന്നി. വീഡിയോസൊക്കെ നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല നീറ്റായിട്ട് നന്നായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് നമ്മൾ ഉള്ളിൽ കയറി. എൻട്രൻസ് ഫീസ് ഉണ്ട്, പെർ ഹെഡ് 50 റുപ്പീസാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ നമ്മൾ ഉള്ളിലെത്തിയപ്പോൾ ഉള്ളിൽ നമ്മളെ ആ പുല്ല് ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതാണ് അവിടെ മൊത്തം വച്ചിരിക്കുന്നത്. മൊത്തം ആ ഗ്രൗണ്ടിൽ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. സോ മോച്ചിയും കൊണ്ട് കുഞ്ചു ഇങ്ങനെ നിൽക്കുകയാണ്, വിടണോ വേണ്ടയോ എന്ന്. എന്ത് പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ചെന്ന ടൈമിൽ ഇവനെ കൂടാണ്ട് വേറെ 2 ഷിറ്റ്സും ഉണ്ടായിരുന്നു. പിന്നെ അത് അവൻ ചെന്നതും അവിടെ അപ്പിയിടാൻ തുടങ്ങി. 1-2 ടൈംസ് അപ്പിയിട്ടു, അത് കോരിക്കളയുക. ഇത് തന്നെയായിരുന്നു എൻ്റെ പണി. അപ്പോൾ വേറെ ഗോൾഡൻ റിട്രീവർ, പിന്നെ റോട്ട് വീലർ എന്നുണ്ടായിരുന്നു. അതിനെ കണ്ടത് എനിക്ക് ശരിക്കും ഷിവറിങ് ആയിപ്പോയി പേടിച്ചിട്ട്. അവൻ്റെ പേര് കാൾസ് എന്നാണ്. 7 months ഓൾഡ് ലാബായിരുന്നു. അത് ഭയങ്കര കളിയായിരുന്നു മോച്ചിയായിട്ട്. പക്ഷേ മോച്ചി ആരുടെ അടുത്തും മിങ്കിളാവുണ്ടായിരുന്നില്ല. അത് കണ്ടോ, ബ്ലാക്ക് റോട്ട് വീലർ എത്ര വലുതാണ്. അതിങ്ങനെ വായിക്കോട്ട് വെള്ളം ഒലിപ്പിച്ച് ഇങ്ങനെ നമ്മളെ നോക്കുന്ന കണ്ടാൽ നമ്മൾ പേടിച്ചു പോവും. പക്ഷേ കുഞ്ഞു കുഞ്ഞു നായ്ക്കൾ പോലും അതിനെ ഇട്ട് ഓടിക്കുകയാണ്. അതിന് ഭയങ്കര പേടിയാണ്. എനിക്കറിയില്ല ഇത് ഇത്ര ഫ്രണ്ട്ലിയാണ് ഈ റോട്ട് വീലർ എന്ന്. നമ്മുടെ ഇന്ത്യയിൽ ഇത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇവർ അതിന് മുമ്പിലേ വാങ്ങിയതായിരിക്കണം. പക്ഷേ ഭയങ്കര മോച്ചിയെക്കാളും കാമായിട്ടുണ്ട് ആ നായ. വെറുതെ ഇങ്ങനെ മെല്ലെ 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 നടക്കുന്ന ഒരു സൈഡിൽ കൂടെ, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇത് വന്നിട്ട് വേറൊരു ഷിറ്റ്സുമായിരുന്നു. നമ്മുടെ മോച്ചി മാത്രം ആരുടെ അടുത്തും മിങ്കിളാവാണ്ട് അവൻ്റെ കാര്യം നോക്കി അവൻ അതുവഴി ഇതുവഴിയൊക്കെ ഓടി നടക്കണു, ബോൾ എടുക്കണു. അങ്ങനെ അവൻ്റെ കാര്യം നോക്കി മാത്രം അവൻ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപ്പിയിടുന്നു, മൂത്രം ഒഴിക്കുന്നു. ആരുടെ അടുത്തും മിങ്കിളാവണില്ല. അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ വെച്ചിട്ടുണ്ട് നായ്ക്കൾക്ക്. അതൊക്കെ എനിക്കറിഞ്ഞിടത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള വലിയ വലിയ ഡോഗ്സിന് നല്ല യൂസ്ഫുൾ ആവും. പിന്നെ ഇവനെയും കൊണ്ട് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഈ സ്റ്റെപ്പിലൊക്കെ വേണമെങ്കിൽ അവന് കയറാം. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്ത് കയറ്റി വിട്ടാൽ അവൻ കയറും എന്നല്ലാണ്ട് അവനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കിയുള്ള നായ്ക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോൾസ് എടുക്കണു. പിന്നെ പ്ലാസ്റ്റിക്, അതിൻ്റെ ടോയ്സൊക്കെ കുറേ എണ്ണം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുക്കണൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വലിയ വലിയ നായ്ക്കൾ കുറച്ച് ഓടും, ടയേർഡായിട്ട് വന്ന് കുടിക്കും. മോച്ചിയുടെ അടുത്ത് നമ്മൾ ബലമായിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളം കുടിക്കടാ പറഞ്ഞിട്ട് കൂടെ അവൻ കുടിച്ചില്ല. മേ ബി വേറെയുള്ള നായ്ക്കൾ കുടിച്ചിട്ട് അത്ര നീറ്റ്നെസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അവൻ കുടിച്ചില്ല. അതിൻ്റെ അടുത്ത് പോയി മണത്തിട്ട് മാറി നിന്ന് കളഞ്ഞു. പിന്നെ ഇത് കണ്ട സെക്കൻഡറി പപ്പി ഇടാൻ പോയിരിക്കുകയാണ്. അതിൻ്റെ അടിയിൽ പോയി അപ്പിയിട്ടു. അവിടെ തന്നെ അവർ നമ്മൾക്ക് അപ്പിയൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് മറ്റേ ഗ്ലൗസസ്, മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസസ് മാതിരി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് അവിടെ തന്നെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അതിൽ കൊണ്ടിടാം. അതൊന്നും പ്രോബ്ലം ഇല്ല, ഈസി ആയിട്ട് ക്ലീനൊക്കെ ആവും. പിന്നെ അവിടെ ജിം, ഈ ഓപ്പൺ ജിം മാതിരി സൈഡിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പോയിരുന്ന് വെറുതെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതും അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ കെഫേ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാനും ഏട്ടനും കൂടെ ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് വന്നു. പക്ഷേ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് വീക്ക് ഡേ. എന്താ പറഞ്ഞാൽ നമ്മൾ വീക്കെൻഡിൽ പോയി കഴിഞ്ഞാൽ വലിയ നായ്ക്കളെ കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ കൂടെ പറ്റില്ല. ഇവനാണ് അവിടെ ഏറ്റവും കുഞ്ഞതായിട്ടുണ്ടായിരുന്നത്. അതും ഒരു ഹെയർ കട്ടോട് ചെയ്തപ്പോൾ ഒരുപാട് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇത് ഏത് ബ്രീഡാണ് ചോദിക്കണം. കാരണം ഷിറ്റ്സു പറഞ്ഞാൽ ഹെയർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അവർക്കതും മനസ്സിലാവണില്ല അത് ഷിറ്റ്സു ആണെന്ന്. അത് പറഞ്ഞാൽ ഹെയർ കട്ടൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു ഷിറ്റ്സു വന്നു. അവൻ്റെ അടുത്തേക്ക് ചെല്ലും, അവൻ നോക്കുമ്പോൾ ഇവൻ ബാക്കിലേക്ക് മാറിക്കളയും. കണ്ടോ അവൻ പേടിച്ച് മാറണു. മോച്ചിക്ക് ഭയങ്കര അഗ്രസീവായിരുന്നു. അവൻ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും ബാക്കിയുള്ള നായ്ക്കളൊക്കെ വലുത് കൂടെ പേടിച്ച് മാറിപ്പോയി കളയാണ്. ഇവൻ ആരടുത്തും പോയില്ല. ആരടുക്ക ചെന്ന് ഇവന് മാറി മാറിപ്പോണു. ഭയങ്കര ഇറിറ്റേഷനാണ്. വേറെ നായ്ക്കളൊക്കെ അടുക്കിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഓടിപ്പോണു. എന്താണെന്ന് അറിയുന്നില്ല. അവനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ വേറെ നായ്ക്കളെയൊക്കെ ഇങ്ങനെ നോക്കും, നല്ലാണ്ട് ആരുടെയും കൂടെ അവൻ കളിക്കില്ല. ഞങ്ങൾ രാത്രി വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. വീക്ക് ഡേ ആയിരുന്നത് കൊണ്ട് വളരെ കുറച്ച്, ഒരു 4-5 അത്ര നായ്ക്കളെ ഉണ്ടായിരുന്നുള്ളൂ. വീക്കെൻഡിലാണെങ്കിൽ അവിടെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വീക്ക് ഡേ തിരഞ്ഞെടുത്തത്. നൈറ്റിലും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഒരാൾക്കാർ വരും, ഇനി ഒരാൾക്കാർ പോകുമ്പോഴേക്കും അടുത്ത ആൾക്കാർ വരും. അങ്ങനെ ഞങ്ങൾ പോകുന്നിടം വരെ റോട്ട് വീലർ മാത്രം അവിടെ ഉണ്ടായിരുന്നു.
എന്നുവെച്ചാൽ ഞങ്ങൾ ചെന്നതും അവർ ചെന്നതും ഒരേ ടൈമിലായിരുന്നു. പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ രാത്രിയായപ്പോൾ ഇനിയൊന്ന് വന്നു. പക്ഷേ വലിയൊരു ജർമ്മൻ ഷെപ്പേർഡ് വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാനായിട്ട് പോവുക പറഞ്ഞിട്ട് എൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അപ്പോഴെങ്കിലും അച്ഛനും മകളും മോച്ചയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അവർക്ക് പിന്നെയും നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കണ്ടില്ലേ ഈ നായി അത്ര നന്നായി വാലാട്ടി സ്നേഹത്തോടെ ചെല്ലുമ്പോൾ മോച്ചി മാത്രം ഭയങ്കര ദേഷ്യത്തോടു കൂടി എന്നും പറഞ്ഞ സൗണ്ട് വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അസലേ ഇഷ്ടപ്പെടുന്നില്ല ആരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടെ എപ്പോഴെങ്കിലും പോകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ ബൈ.